എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ഐഡിയ ആയിട്ടാണ്. നമ്മളൊക്കെ സാധാരണ ഉപയോഗിച്ച് മഷി കഴിയുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയുന്ന പെന്നുകളില്ലേ, ആ പെന്നുകളുടെ റീയൂസ് ഐഡിയ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പെന്നിൻ്റെ മഷി കഴിയുമ്പോൾ റീഫിലൊക്കെ മാറ്റിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ 3 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെ പെന്ന് കിട്ടും. പിന്നെ എന്തിനാണ് ഇപ്പോൾ റീഫില്ല് വാങ്ങണമെന്ന് കരുതിയിട്ട് മിക്കവരും തന്നെ പെന്നിൻ്റെ റീഫില്ലൊന്നും വാങ്ങാറില്ല. പെന്ന് കളഞ്ഞിട്ട് വേറെ പെന്ന് വാങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ കളയുന്ന ആ ഒരു പെന്നിൻ്റെ ആ ഒരു കവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പെന്നൊന്നും ഉണ്ടാവില്ല, സാധാരണ ആരും അങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കൊന്നുമില്ലല്ലോ. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങും. എന്നിട്ട് ഇനി മുതൽ നിങ്ങൾ മഷി കഴിയുമ്പോൾ പെന്നൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനും തുടങ്ങും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് പെന്നുകൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് കിട്ടിയ പെന്നുകളൊന്നുമല്ല, കുറേ കാലങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പെന്നുകളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്ന് കരുതി സൂക്ഷിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപോലെയുള്ള പെന്നുകൾ നോക്കിയിട്ട് ഞാൻ കുറച്ച് എടുക്കുകയാണ്. ഒരുപോലെയുള്ള പെന്ന് വേണമെന്നൊന്നുമില്ല, ഡിഫറെൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ടാവും. അതൊന്ന് കളർ ചെയ്ത് കൊടുക്കണമെന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ഈ പെന്നിൻ്റെ ടോപ്പുകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് നിരത്തി വെക്കണം. ഒരു 5 പെന്നാണ് ഞാനിപ്പോൾ ഒരേ അകലത്തിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നത്. ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഡോട്ട്സ് ആയിട്ട് ഡിസൈൻ വരും. നിങ്ങളുടെ കയ്യിലുള്ള പെന്നുകൾ വേറെ വേറെ ആണെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും ഇതിൽ ചുറ്റി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പെന്നുകൾക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലേ കറക്റ്റ് ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരുപോലത്തെ പെന്നായതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഐഡിയ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാലിയായിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആ ബോക്സിൽ നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പെന്നുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം.
ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 2 ഐഡിയകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കിട്ടുന്ന ഓരോ പെന്നും മഷി കഴിയുമ്പോൾ കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് അധികമാകുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡിഫറെൻറ്റ് കളറിലൊക്കെയുള്ള പെന്നാണെങ്കിൽ ഒരുപോലെയുള്ള ഏതെങ്കിലും ഫാബ്രിക് കളർ കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പോ ചിരടോ ഒക്കെ ഒന്ന് ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലത്തെ പെന്നൊന്നും വേസ്റ്റാക്കി കളയണ്ട. ഇടയ്ക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തീർച്ചയായും ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.